ഇത് മൂന്നുമാണ് എൻ്റെ കയ്യിലെ ടീ പോട്ട്സ്. ഇതിൽ 2 ഗ്ലാസ് ആണ്, ഒന്ന് സ്റ്റീലാണ്. ഇപ്പം ഗ്ലാസ് ടീ പോട്ടിനെ പറ്റി ആദ്യം പറയാം. ഗ്ലാസ് ടീ പോട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ഇനി അഥവാ ചായ ഉണ്ടാക്കി ഉടനെ കുടിച്ചില്ല, കുറച്ച് നേരം കഴിഞ്ഞ് നമ്മളത് ചൂടാക്കുകയാണെങ്കിലും അതിൻ്റെ ടേസ്റ്റ് മാറുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഇത് ഞാൻ കണ്ണൂരിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇത് മലബാർ ടീ പോട്ട് എന്നാണ് എൻ്റെ പേര്. ഇത് ഓൺലൈനും അവൈലബിൾ ആണ്. മലബാർ ടീ പോട്ടിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണൂർ പയ്യന്നൂർ മോളിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത് 800 സംതിങ് ആയിരുന്നു, ഒരു 2 കൊല്ലത്തിൽ കൂടുതലായത്. പക്ഷേ ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്യാതെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് കൈ കയറില്ല. കൈ കഴുകാനൊക്കെ ഇതിൻ്റെ അകത്തൊക്കെ കഴുകാൻ ഭയങ്കര പ്രയാസമാണ്. പിന്നെ ഈ നോസിൽ കഴുകൽ എന്ന് പറഞ്ഞാൽ അതും ഒരു ഹെർക്കുലിയൻ ടാസ്ക് തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പാത്രം ക്ലീൻ ആക്കാൻ വലിയ പ്രയാസമുള്ളതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യാതെ മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിലൊരു സ്ട്രെയിനറും കൂടെ ഉണ്ട്. സ്ട്രെയിനറിലേക്കാണ് പൊടി ഇട്ട് കൊടുക്കുന്നത്, ചായപ്പൊടി. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി പിന്നെ അരിക്കേണ്ട ആവശ്യമില്ല. ഇതിലൂടെ ഒഴിക്കുമ്പോഴേ ഇത് അരിച്ച ചായ ആയിരിക്കും നമുക്ക് വരിക. എന്തായാലും അത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഇത് ഞാൻ സ്റ്റൈൽ പ്ലസ് എന്ന് വാങ്ങിച്ചിട്ട് നടത്തുന്നത് തന്നെ. ഇത് നല്ല അടിപൊളിയാണ്. ഇതിലാണ് ഞാൻ എന്നും ചായ ഉണ്ടാക്കുന്നത് രാവിലെ. ഹറിബറിക്ക് എവിടെയെങ്കിലും പോകാനില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് തന്നെയാണ് ഉണ്ടാക്കുന്നത്. കാരണം നമ്മൾ തിരക്ക് പിടിച്ച് യൂസ് ചെയ്യുമ്പോൾ ഗ്ലാസ് ടീ പോട്ട്സ് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. സമാധാനമായിട്ടൊക്കെ നിൽക്കുന്ന ദിവസങ്ങളിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് എവിടെയെങ്കിലും തട്ടിയാലൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട്, ഹാൻഡിൽസ് ഒക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ സിങ്കിൻ്റെ സൈഡിലോ ടാപ്പിലോ ഒക്കെ തട്ടിയാലും പൊട്ടും. ഇതിൻ്റെ ഒരു നല്ല ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുകാൻ ഭയങ്കര ഈസിയാണ്. നമ്മുടെ കൈയൊക്കെ സുഖമായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറും. ഇതിന് നോസിലാണെങ്കിലും കഴുകാൻ ഭയങ്കര സിമ്പിളാണ്. ഇതിനും ഒരു സ്ട്രെയിനർ അതുപോലത്തെ ഉണ്ട്, ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം അത് കഴുകിയാലും വൃത്തിയാവാനും ഒക്കെ പ്രയാസമായതുകൊണ്ട് ആ സ്ട്രെയിനർ യൂസ് ചെയ്യാതെ ഞാൻ സാധാരണ നമ്മുടെ ചായ അരിപ്പയാണ് യൂസ് ചെയ്യുന്നത്. എന്തായാലും ഗ്ലാസ് ടീ പോട്ട് അടിപൊളിയാണ് കേട്ടോ. ഇനി ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സാധാരണ വീട്ടിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ എന്നും മറന്നു പോകും. വേറെ എന്തെങ്കിലുമൊക്കെ പോയിട്ട് അവസാനം പാത്രത്തിലുള്ള വെള്ളം വറ്റി പാത്രം കരിയാറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 1-2 പാത്രങ്ങളൊക്കെ മാറ്റേണ്ടി വന്ന ശേഷം ഞാനിന്ന് സെർച്ച് ചെയ്തു എന്തെങ്കിലും വിസ്ലിംഗ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ടോ. അപ്പോൾ ഇത് വിസ്ലിംഗ് കെറ്റിലാണ്. ഇത് ഓൺലൈനിൽ വാങ്ങിച്ചു തന്നെയാണ്. ഒരു 1800 സംതിങ് ആയിരുന്നു. അപ്പോൾ ഇപ്പം എത്രയാണെന്ന് എനിക്കറിയില്ല. ഇതും ഒരു 2 കൊല്ലത്തോളമായി എൻ്റെ കയ്യിലിരിക്കുന്നു. ഇതിൻ്റെ സ്റ്റീലാണ് സംഭവം. ഇത് ഇനാമൽ കോട്ടിംഗ് ആണ്. അടിഭാഗത്ത് സ്റ്റീൽ ആയതുകൊണ്ട് ഏത് ഫ്ലെയിമിൽ വേണമെങ്കിലും വെക്കാം. ഇതിൻ്റെ അകത്ത് സ്റ്റീലാണ്. ഇപ്പം മാർക്കറ്റിൽ കിട്ടുന്ന കെറ്റിൽസ് ഒക്കെ എന്ന് വെച്ചാൽ അകത്ത് ഇനാമൽഡ് ആണ്. അതൊരു 3000 എബോ റേഞ്ചും ഉണ്ട്. ഇതിന് 1800 സംതിങ് ആണ്. അപ്പം ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിൽ കൂടെ നമുക്ക് വെള്ളം ഒഴിക്കാം. ഇതിൽ കൂടെയാണ് സ്റ്റീം വരിക. സ്റ്റീം വരുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് വിസിലടിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നല്ലൊരു കെറ്റിൽ തന്നെയാണിത്. വെള്ളം തിളപ്പിക്കാൻ ചായ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഇതിലിതുവരെ. കഴുകാൻ ഇത്തിരി പ്രയാസമാണ് ചായ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. കാരണം ഇതിൻ്റെ അടപ്പ് ചെറുതാണ്, കുറച്ച് കൈയിടാൻ പ്രയാസമാണ്. പിന്നെ ഗ്ലാസ് കെറ്റിലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് കെറ്റിൽ വെറുതെ കൊണ്ട് സ്റ്റൗവിൽ വെച്ച് കത്തിക്കരുത്. ഇതിൽ എന്തെങ്കിലും പാലോ വെള്ളമോ ഒഴിച്ചതിന് ശേഷം മാത്രമേ ഇത് കത്തിക്കാൻ പാടുള്ളൂ. അതും ലോ ഫ്ലെയിം ടു എന്താ പറയുക മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ ചെയ്യാവൂ. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്, ഇത് പൊട്ടും. ഇതൊക്കെയാണ് എൻ്റെ ഗ്ലാസ് ടീ പോട്ടിൻ്റെ വിശേഷങ്ങൾ. അപ്പം ഗ്ലാസ് ടീ പോട്ട് വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഗ്ലാസ് ടീ പോട്ടിൽ ചായ വെക്കുമ്പോൾ വെറുതെ അതിൽ പാലോ വെള്ളമോ ഇല്ലാതെ സ്റ്റവ് കത്തിക്കരുത്. ആദ്യം വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ടെങ്കിലും സ്റ്റവ് കത്തിക്കാം. പക്ഷെ ഞാൻ വെള്ളവും പാലും പഞ്ചസാരയൊക്കെ ഇട്ടതിന് ശേഷമാണ് സ്റ്റവ് കത്തിക്കാറുള്ളത്. സോ വെള്ളം ഒഴിച്ചു, പാലൊഴിച്ചു, എന്നിട്ട് സ്റ്റവ് കത്തിച്ചു. ഇനി നമ്മൾ അതിനാവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു. അപ്പം തന്നെ ഞാൻ ചായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ബിക്കോസ് അത് മീഡിയം ടു ലോ ഫ്ലെയിമിലാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ചായപ്പൊടി അതിൽ കിടന്ന് നല്ല തിളച്ച് വരുമ്പോഴാണ് ചായക്ക് നല്ല ടേസ്റ്റ് വരുന്നത്. കണ്ടോ, പെട്ടെന്ന് തന്നെ ചായ തിളച്ചു. നല്ല അടിപൊളി ചായയാണ്. ഇനി ഇതിൻ്റെ ഹാൻഡിലൊന്നും തീരെ ചൂടാവില്ല. ഞാൻ ഹാൻഡിൽ അങ്ങനെ തന്നെ പിടിച്ചിട്ടാണ് ഇത് ചായ അരിക്കുന്നത്. കണ്ടോ, ചായ ഞാൻ സ്ട്രെയിനർ ഉപയോഗിക്കാത്തതുകൊണ്ട് സാധാരണ അരിപ്പ വെച്ചിട്ടാണ് ഞാൻ ചായ അരിക്കുന്നത്. നമ്മുടെ അടിപൊളി ചായ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് എൻ്റെ റിവ്യൂ.